നമസ്കാരം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു, ഹിന്ദു വംശഹത്യകൾ തുടരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അർദ്ധസൈനികനായ ബ്രിജേന്ദ്ര ബിശ്വാസ് ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിക്കുള്ളിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായി. മുമ്പ് ഫാക്ടറി തൊഴിലാളിയായിരുന്ന ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് 42 വയസ്സുകാരനായ ബ്രിജേന്ദ്ര ബിശ്വാസും കൊല്ലപ്പെട്ടത്. അതായത് മൈമൻ സിംഗിൽ വെച്ച് തന്നെയാണ് ബ്രിജേന്ദ്ര ബിശ്വാസും കൊല്ലപ്പെട്ടത്. കമ്മ്യൂണലായിട്ട് ഈ വിഷയം ഈ രീതിയിൽ വംശീയമായിട്ടുള്ള വിദ്വേഷം പരത്തുന്നതിലും വംശീയമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനും ബംഗ്ലാദേശികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് പാകിസ്ഥാൻ. ആ രീതിയിൽ പാകിസ്ഥാനും അവിടെ തുടരുകയാണ്. പാകിസ്ഥാന്റെ ISI തന്നെയാണ് അധ്യവസാനം ഈ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങി നിൽക്കുന്നത്. ISI ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന 70% ഹിന്ദുക്കളെയാണ് ആദ്യഘട്ടത്തിൽ ഉന്മൂലനം ചെയ്യാൻ ISI തയ്യാറെടുക്കുന്നത് എന്നാണ് വിവരം. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം എന്ന ഒരു അജണ്ട തയ്യാറാക്കി. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം തന്നെ പാകിസ്ഥാന്റെ ISI തന്നെയാണ് നടത്തിയത് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പാകിസ്ഥാനാണ് ഇതുകൊണ്ട് ഏറ്റവും അധികം നേട്ടം. പാകിസ്ഥാനോടൊപ്പം തന്നെ തുർക്കിക്കും ഇതുമായി ബന്ധപ്പെട്ട നേട്ടമുണ്ട്. ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞിളക്കിയിട്ടാണ് മുഹമ്മദ് യൂനസിനെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നതും. ഇവർ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഭൂപടം തയ്യാറാക്കിക്കൊണ്ട് ISIക്കും തുർക്കിയിലേക്കും ഇയാൾ യാത്ര ചെയ്തതും ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢപദ്ധതികൾ തയ്യാറാക്കിയതും. എന്നിട്ട് ഈ കൊലപാതകം, ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം ഇന്ത്യയുടെ മേൽ കെട്ടിവെച്ചതിന് ശേഷം അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ, അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് പാകിസ്ഥാന്റെ ISI നടത്തി വരുന്നത്. അതിന് ബംഗ്ലാദേശിലെ പ്രക്ഷോഭകരെ കൂട്ടുപിടിക്കുന്നു എന്നു മാത്രം. ഈ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. ബംഗ്ലാദേശ് ഏറ്റവും മാന്യമായി പെരുമാറുന്നു എന്നല്ല, 14 കോടി ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ 2 കോടിയിലേക്ക് ചുരുക്കുന്നതിലും ബംഗ്ലാദേശിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നത് മുഴുവൻ പാകിസ്ഥാന്റെ ISI പറയുന്നത് അനുസരിച്ചിട്ടാണ്. അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ വടക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് ബംഗ്ലാദേശിന്റെ ആക്രമണം, ഇതാണ് അവരുടെ പദ്ധതി. 2 ഭാഗത്തു നിന്നും ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക. ഒപ്പം സിലിഗുരിയിൽ കേന്ദ്രീകരിക്കുന്ന നുഴഞ്ഞുകയറ്റ മുസ്ലിങ്ങളും കൂടെ ആവുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യം ഒരു കഴിവുറ്റ കേന്ദ്ര നേതൃത്വം ഭരിക്കുന്ന ഒരു കാലത്തിൽ ഇത് ഒരു കാരണവശാലും സാധ്യമല്ല. ഇനിയും ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ പോകുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇന്ത്യ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.